നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇനി ബംഗാളിന് BJPയുടെ സ്വർണ്ണാർ യുഗം. സുവർണ ബംഗാൾ, അതാണ് BJPയുടെ വാഗ്ദാനം. ഇതാ സുവേന്ദു അധികാരി മുഖ്യമന്ത്രി കസേരയിലെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 293 സീറ്റുകളിൽ 207 എണ്ണം നേടി BJP അധികാരത്തിലെത്തുമ്പോൾ മറുവശത്ത് മമതാ ബാനർജി താനിപ്പോഴും മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. BJPയെ സംബന്ധിച്ച് രാഷ്ട്രീയമായി ഏറെ ബുദ്ധിമുട്ടുള്ള മേഖലയെന്നാണ് പൊതുവെ ബംഗാൾ അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിലുടനീളം പാർട്ടി വ്യാപിച്ചപ്പോൾ ബംഗാളിനുള്ളിലേക്ക് കടന്നു കയറാൻ അനുവദിക്കില്ല എന്ന് മമതാ ബാനർജി വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ബംഗാളിൽ കാവിക്കടൽ ഇളകി മറിയുന്നു. സംസ്ഥാനത്തിന് ആദ്യ BJP മുഖ്യമന്ത്രി ലഭിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അതിവിശിഷ്ട വ്യക്തികൾ ഇന്ന് കൽക്കത്തയിൽ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കോൺഗ്രസ്, ഇടതുമുന്നണി, തൃണമൂൽ കോൺഗ്രസ് എന്നിവയായിരുന്നു സംസ്ഥാനം ഭരിച്ചത്. ദീർഘകാലം CPMന്റെ കൈപ്പിടിയിലൊതുങ്ങിയ ഒരു സംസ്ഥാനം. ഒരു നാമമാത്ര രാഷ്ട്രീയ സാന്നിധ്യം മാത്രമായിരുന്നു അവിടെ BJP. പിന്നീട് ഇന്ത്യ കണ്ടത് വലിയൊരു അത്ഭുതം. 3ൽ നിന്ന് 77 ഒടുവിൽ ഭരണത്തിൽ. ഒരു നീണ്ട രാഷ്ട്രീയ യാത്ര പൂർത്തിയാകുമ്പോൾ അമിത്ഷായും നരേന്ദ്രമോദിയും സുവേന്ദു അധികാരിയെ ചേർത്ത് പിടിക്കുന്നു. ഇതൊരു അസാധാരണ കഥയാണ്. ഇത് ഇന്ത്യയുടെ പുതിയ രാഷ്ട്രീയ അധ്യായത്തിൻ്റെ തുടക്കമാണ് എന്ന് മോദി പറയുന്നു. 1995 തന്റെ 31ാം വയസ്സിൽ കൊണ്ടായ് മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് കൗൺസിലറായി തുടക്കം. പിന്നീട് തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറി. കിഴക്കൻ മിഡ്നാപൂരിൽ തന്റെ സ്വാധീനം സ്ഥിരമായി വളർത്തിയെടുത്തു. പിന്നീട് MLA, MP, സംസ്ഥാന മന്ത്രി എന്നീ നിലകളിൽ ശ്രദ്ധേയൻ. നന്ദിഗ്രാം പ്രസ്ഥാനത്തിന്റെ പ്രധാന മുഖങ്ങളിൽ ഒരാളായി മാറി. എന്നാൽ 2020 അദ്ദേഹം BJPയിലേക്ക് ചുവടുമാറ്റം നടത്തുമ്പോൾ മമതാ ബാനർജി ഒരിക്കലും കരുതിയില്ല അതൊരു കൊടുങ്കാറ്റിന്റെ തുടക്കമാകുമെന്ന്. കാവി ക്യാമ്പിൽ ചേർന്ന് വെറും 5 വർഷത്തിനുള്ളിൽ അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിലേക്ക്. കൊണ്ടായിയുടെ പ്രാദേശിക തെരുവുകളിൽ നിന്ന് റൈറ്റേഴ്സ് ബിൽഡിങ്ങിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര സമീപ ദശകങ്ങളിൽ സംസ്ഥാനം കണ്ട ഏറ്റവും രാഷ്ട്രീയ മൂർച്ചയുള്ള നീക്കങ്ങളിൽ ഒന്നായിരുന്നു സുവേന്ദു അധികാരിയുടേത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ മമതാ ബാനർജിയെ തോൽപ്പിച്ചുകൊണ്ട് സുവേന്ദു രാജ്യത്തോട് വിളംബരം ചെയ്തു. വരുന്ന 5 വർഷത്തിനുള്ളിൽ താൻ ഭരണം പിടിക്കും. 2021 സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. എന്നാൽ സുവേന്ദു അധികാരിയിലൂടെ അന്ന് BJP നേടിയെടുത്തത് 77 സീറ്റുകൾ. ഒടുവിൽ പാർട്ടിയിൽ ഒരു ചെറിയ എതിർ ശബ്ദങ്ങളുമില്ല. സുവേന്ദു അധികാരിയെ BJP MLAമാർ ഒന്നടങ്കം മുഖ്യമന്ത്രി കസേരയിലേക്ക് ക്ഷണിക്കുന്നു. അജോയ് മുഖർജിക്ക് ശേഷം മിഡ്നാപൂരിൽ നിന്നുള്ള 2ാമത്തെ മുഖ്യമന്ത്രി. കൊൽക്കത്തയിലെ പരമ്പരാഗത രാഷ്ട്രീയ ഉന്നതർക്ക് പുറത്തുനിന്ന് ഇപ്പോൾ അധികാര കസേരയിലേക്ക് എത്തുന്ന മറ്റൊരു സാധാരണക്കാരൻ. കോണ്ടായിൽ അദ്ദേഹത്തിൻ്റെ പേര് പ്രഖ്യാപിച്ച ഉടൻ തന്നെ വലിയ ആഘോഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. CRPF ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ കുടുംബ വീടിന് കാവൽ നിൽക്കുന്നു. ആ ഗ്രാമത്തിലെ സാധാരണക്കാർ തെരുവുകളിൽ നൃത്തം ചെയ്യുകയും പടക്കം പൊട്ടിക്കുകയും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നു. സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇരട്ട എഞ്ചിൻ ഭരണത്തിൻ്റെ തുടക്കമായി എന്ന് BJP നേതൃത്വം. തൃണമൂൽ കോൺഗ്രസ് സർക്കാരിന് കീഴിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നടന്ന ദീർഘമായ സംഘർഷം. ഒടുവിൽ ഇനി സംഘർഷമല്ല, ഇരട്ട എഞ്ചിൻ സർക്കാർ നിലവിൽ വന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങ് രാജ്യത്തെ അമ്പരപ്പിച്ചു. കനത്ത മഴ ഭീഷണിയായി ഒരു വശത്ത്, മറുവശത്ത് ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ 80,000-ഓളം ആളുകൾ ഒരുമിച്ച് ചേരുന്നു. ഇതിനിടയിൽ പെയ്തിറങ്ങിയ ഘോരമഴ. 1000-ലധികം തൊഴിലാളികൾ മൈതാനത്ത് വെള്ളം കയറിയ ഭാഗങ്ങൾ ഒരു ഭീമൻ വാട്ടർ പ്രൂഫ് ഹാങ്കർ സ്ഥാപിച്ച് തടയുന്നു. ഒരു ബദൽ വേദിയായി BJP നേതാജി ഇൻഡോർ സ്റ്റേഡിയവും തയ്യാറാക്കി നിർത്തിയിരുന്നു. നരേന്ദ്രമോദി, അമിത്ഷാ, NDA മുഖ്യമന്ത്രിമാർ, ഗവർണർമാർ, വരാനിരിക്കുന്ന മന്ത്രിസഭയിലെ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് വർണ്ണാഭമായ ഒരു ചടങ്ങ്. ഈ സത്യപ്രതിജ്ഞ ഒരു ഭരണത്തിലേക്കുള്ള വെറും ചുവടുവയ്പല്ല, മറിച്ച് ചരിത്രപരവും പ്രതീകാത്മകവുമായി കാണപ്പെടണമെന്ന് BJP ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അതൊരു വലിയ ചടങ്ങായി മാറി. ബംഗാളിന്റെ രാഷ്ട്രീയ അധികാരവുമായി വളരെ കാലം ബന്ധപ്പെട്ടിരുന്ന കൊളോണിയൽ കാലഘട്ടത്തിലെ ഐക്കണിക് ഘടന അധികാരിയുടെ വരവിന് മുൻപ് റൈറ്റേഴ്സ് ബിൽഡിംഗ് കാവി നിറങ്ങളാൽ പ്രതിഫലിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടുപിന്നാലെ പ്രതീകാത്മകമായി ആദ്യ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിനായി ഉദ്യോഗസ്ഥർ അവിടെ ഒരു താൽക്കാലിക മുഖ്യമന്ത്രിയുടെ ഓഫീസ് സജ്ജമാക്കിയിരുന്നു. റൈറ്റേഴ്സ് ബിൽഡിങ്ങുകളെ ദൃശ്യപരമായി പരിവർത്തനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ജീവനക്കാർ. സുവേന്ദു അധികാരി എന്ന 55-കാരൻ്റെ കയ്യിലേക്ക് അങ്ങനെ ബംഗാൾ ഭരണം.
കാവ്യ വസ്ത്രമണിഞ്ഞാണ് സുവേന്ദു സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയത്. സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുൻപ് സുവേന്ദുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോ നടത്തി. റോഡ് ഷോ മുന്നേറുമ്പോൾ മമതാ ബാനർജിയുടെ വസതിക്ക് മുന്നിൽ CRPFനെ വിന്യസിച്ചിരുന്നു. ഒരു കാലത്ത് മമതാ ബാനർജിയുടെ ഉറ്റ അനുയായിയായിരുന്നു സുവേന്ദു അധികാരി. മൻമോഹൻ സിംഗ് സർക്കാരിലെ സഹമന്ത്രി സിസിർ അധികാരിയുടെ മകൻ. 2016 മുതൽ 20 വരെ മമത സർക്കാരിൽ ഗതാഗത ജലസേചന മന്ത്രി. നന്ദിഗ്രാമിലും സിംഗൂരിലുമൊക്കെ വൻ മുന്നേറ്റങ്ങൾക്ക് തുടക്കമിട്ട ഏറ്റവും വലിയ പ്രക്ഷോഭകാരി. 34 വർഷ CPM ഭരണത്തിന്റെ അടിവേര് മാന്തിയ മമതയുടെ കുതിപ്പിന് തുടക്കമിട്ട പോരാളി. എന്നാൽ അതേ മമതയെ തോൽപ്പിച്ച് ഇപ്പോഴിതാ BJPയുടെ മുഖ്യമന്ത്രി കസേരയിൽ സുവേന്ദു അധികാരി എത്തുന്നു. ബംഗാൾ 15 വർഷം ഭരിച്ച മമതാ ബാനർജിയെ അധികാരത്തിന്റെ പടിക്ക് പുറത്തു നിർത്തിയ സുവേന്ദു അധികാരിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ രാജ്യത്തെ അമ്പരപ്പിക്കുന്നത്. രവീന്ദ്രഭാരതി സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ സുവേന്ദു ബംഗാളിലെ പ്രശസ്തമായ രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ചു. ഹാൽദിയ തുറമുഖവും വ്യവസായ മേഖലയും ഉൾപ്പെടുന്ന പൂർവ്വ മെദിനിപുരമാണ് അദ്ദേഹത്തിന്റെ തട്ടകം. 1998 കോൺഗ്രസിൽ നിന്ന് തൃണമൂലിലേക്ക് ചുവടുമാറി സുവേന്ദു. 2009 മുതൽ 2014 വരെ MP. തൃണമൂലിൽ ചേരും മുൻപ് കാന്തി മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസിന്റെ നഗരസഭാംഗം. നന്ദിഗ്രാമിൽ CPM സർക്കാർ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്കായി ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിച്ചതോടെ സുവേന്ദു ഉണർന്നു. സ്വന്തം നാട്ടിൽ സുവേന്ദുവിന്റെ ഉയർച്ചയ്ക്ക് തുടക്കമിട്ടത് നന്ദിഗ്രാം സമരം. CPMനെതിരെയുള്ള ആ സമരത്തെ താഴെത്തട്ടിൽ നിന്ന് നയിച്ച് ഭൂമി ഉച്ചത് പ്രതിരോധ സമിതിയുടെ നേതൃനിരയിലെത്തി. സർക്കാരിനെതിരെ കലാപം നയിക്കാൻ സുവേന്ദു മാവോയിസ്റ്റുകൾക്ക് ആയുധം വിതരണം ചെയ്തു എന്ന് CPM പോലീസ് അന്ന് റിപ്പോർട്ട് നൽകി. തൃണമൂൽ കോൺഗ്രസിൽ മമതയുടെ അനന്തരവൻ അഭിഷേക് ബാനർജി പിടിമുറുക്കിയതോടെ തൃണമൂലിൽ നിന്ന് സുവേന്ദു പടിയിറങ്ങി. എന്നാൽ ശാരദാ ചിട്ടിക്കേസിൽ CBI ചോദ്യം ചെയ്തതോടെ ഭയപ്പെട്ട് BJPയിൽ സുവേന്ദു ചേരുകയായിരുന്നുവെന്ന് മമത ആരോപണമുന്നയിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നിലാണ് സുവേന്ദു BJPയിലേക്ക് ചേർന്നത്. തെരഞ്ഞെടുപ്പിൽ സുവേന്ദുവിനെ തോൽപ്പിക്കാൻ മമത നന്ദിഗ്രാമിലെത്തി. എന്നാൽ സുവേന്ദു അധികാരി മമതാ ബാനർജിയെ തോൽപ്പിച്ചുകൊണ്ട് ഒരു ചരിത്രമെഴുതി. അതാവട്ടെ BJPയുടെ വളർച്ചയുടെ തുടക്കവും. 3 സീറ്റ് മാത്രമുണ്ടായിരുന്ന BJP 2021 തെരഞ്ഞെടുപ്പിൽ 77 എന്ന ഉജ്ജ്വല സംഖ്യയിലേക്ക് വളർന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടാ സംഘങ്ങളെ തകർക്കും എന്ന പ്രഖ്യാപനമാണ് തുടർന്ന് സുവേന്ദു നടത്തിയത്. അദ്ദേഹം ബുള്ളറ്റ് പ്രൂഫ് കാറിൽ സഞ്ചാരം തുടങ്ങി. കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് Z+ കാറ്റഗറി നൽകി. ജയ് ബംഗ്ല എന്ന് വിളിക്കുന്ന തൃണമൂലിന്റെ പ്രവർത്തകർക്ക് നേരെ ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം സുവേന്ദു മുഴക്കി. മുസ്ലിങ്ങൾ തനിക്ക് വോട്ട് ചെയ്യാത്തതിനാൽ താൻ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമായിരിക്കും പ്രവർത്തിക്കുക എന്ന സുവേന്ദുവിന്റെ വാക്കുകൾ ഏറെ വിവാദം വിളിച്ചു വരുത്തി. ഇക്കഴിഞ്ഞ ദിവസം സുവേന്ദുവിന്റെ സഹായി ചന്ദ്രനാഥ് രഥ് കൊല്ലപ്പെട്ടിരുന്നു. ഭവാനിപ്പൂരിൽ തൃണമൂൽ നേതാവ് മമതാ ബാനർജിയെ തോൽപ്പിച്ചതിലുള്ള കലിയാണ് തൻ്റെ സഹായിയെ കൊലപ്പെടുത്താനുള്ള കാരണമെന്ന് സുവേന്ദു അധികാരി പറഞ്ഞു. അവരെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ സഹായി ആയതുകൊണ്ടും ഭവാനിപ്പൂരിൽ ഞാൻ മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയതുകൊണ്ടുമാണ് ചന്ദ്രകാന്ത് കൊല്ലപ്പെട്ടത്. കൊലപാതകം ആസൂത്രിതമായിരുന്നു. രാത്രി കാറിൽ സഞ്ചരിക്കുമ്പോൾ ബൈക്കിലെത്തിയ അജ്ഞാതർ പ്രതിപക്ഷ നേതാവും BJP മുഖ്യമന്ത്രിയുമായ സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ചന്ദ്രനാഥ് രഥിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. പശ്ചിമ ബംഗാൾ കാവിക്കടലായി മാറുമ്പോൾ രാജ്യം ഉറ്റുനോക്കുകയാണ്. ഇനി മമതയുടെ അടുത്ത നീക്കമെന്ത്? എന്നാൽ സുവേന്ദു അധികാരി എന്ന ഉജ്ജ്വല നേതാവ് ഒരു ചരിത്രമാണ് ഇപ്പോൾ ബംഗാളിൽ കുറിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.